ജലാശയത്തിന് ചുറ്റും പോലീസും നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു. ആ ജലാശയത്തിന്റെ അടിത്തട്ടിൽ അസ്വാഭാവികമായി എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടോ എന്നത് അറിയാനുള്ള തിരച്ചിലാണ് അവരിൽ ഒരു സംഘം. വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുളത്തിന്റെ അടിത്തട്ടിലെ ചെളിയിൽ നിന്നും അവർ ഒരു ചാക്കുകെട്ട് കണ്ടെത്തി പുറത്തെടുത്തു. കെട്ടഴിച്ചു നോക്കി അവർ ഒന്ന് നടുങ്ങിപ്പോയി. 19 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയായിരുന്നു അന്ന് അവിടെ. സൈക്കിൾ ട്യൂബ് കൊണ്ട് വരിഞ്ഞു മുറുക്കിയ നിലയിലുള്ള ഒരു എല്ലിൻ കൂടായിരുന്നു അത്. പക്ഷേ പോലീസുകാരുടെ ഞെട്ടലിന്റെ കാരണം അതായിരുന്നില്ല. കൂട്ടത്തിൽ മറ്റൊരു ചാക്കുകെട്ടും കണ്ടെടുത്തിരുന്നു. സൈക്കിൾ ട്യൂബിൽ ഞെരിഞ്ഞമർന്ന് ആരുടേതെന്ന് തിരിച്ചറിയാനാവാത്ത മറ്റൊരു മനുഷ്യാസ്ഥി കൂടം. നീണ്ട 19 വർഷം ഒരു അച്ഛനും അമ്മയും തന്റെ 13 വയസ്സുള്ള മകനെ കണ്ടെത്താൻ നടത്തിയ നിയമ പോരാട്ടമാണിത്. എന്നാൽ സ്വന്തം മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാതെ ഭൂമിയിൽ നിന്നും വിടവാങ്ങേണ്ടി വന്ന ഗതികേടാണ് ഈ അച്ഛനമ്മമാർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ 13-കാരനെ കൊന്നു തള്ളിയതിനു ശേഷം അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലീസിനെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഊമക്കത്തുകളിലൂടെയും ഫോൺ സംഭാഷണങ്ങളിലൂടെയും പരിശ്രമിച്ച ഒരു കൊടും കുറ്റവാളി. ക്രൈംബ്രാഞ്ച് പോലും കൈയൊഴിഞ്ഞ കേസ്. 2 കൊലപാതകങ്ങൾ ചെയ്ത് 19 വർഷത്തോളം പോലീസിന്റെ മൂക്കിൻ തുമ്പത്തിരുന്നു കൊണ്ട് വിലസിയ ക്രിമിനലിന്റെ കഥയാണിത്. വർഷം 1995 സെപ്റ്റംബർ മാസം. ചങ്ങനാശ്ശേരിയിലെ മധുമൂല എന്ന പ്രദേശത്ത് വിശ്വനാഥൻ ആചാര്യയുടെയും വിജയലക്ഷ്മിയുടെയും മകനായാണ് മഹാദേവൻ ജനിക്കുന്നത്. 4 കുട്ടികളുള്ള കുടുംബത്തിലെ ഏക ആൺതരി. മധുമൂലയിലെ ഉദയ സ്റ്റോഴ്സിന്റെ ഉടമയാണ് വിശ്വനാഥൻ. ആ വരുമാനത്തിൽ കുടുംബം നയിച്ചു വന്ന വിശ്വനാഥന്റെ ഏക പ്രതീക്ഷ തന്റെ മകനിലായിരുന്നു. കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ച മഹാദേവന് തന്റെ നാട്ടിലെ മുക്കും മൂലയും വരെ കാണാപാഠമായിരുന്നു. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ മഹാദേവന് വണ്ടികളോടും യാത്രകളോടും വല്ലാത്തൊരു ഭ്രമമായിരുന്നു. അച്ഛൻ വാങ്ങിക്കൊടുത്ത സൈക്കിളിലായിരുന്നു നാടുനീളെയുള്ള അവന്റെ യാത്ര. അന്നൊരു ഓണക്കാലമായിരുന്നു. മധുമൂല കവലയിൽ നടക്കുന്ന ചതയം ദിനാഘോഷം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറപ്പെട്ടതാണ് 13-കാരൻ മഹാദേവൻ. ആഘോഷമെല്ലാം കഴിഞ്ഞ് രാത്രിയോടെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. പക്ഷേ മഹാദേവൻ മാത്രം വീട്ടിലേക്ക് എത്തിയില്ല. ആരും പിന്നീട് അവനെ കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. രാത്രിയേറെ വൈകിട്ടും വീട്ടിലെത്താത്ത മഹാദേവനെ തിരക്കി അച്ഛനും അമ്മയും ബന്ധുക്കളും ഇറങ്ങി. നേരം പുലരാൻ അവർ കാത്തുനിന്നില്ല. തങ്ങളുടെ മകനെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ അവർ പരാതി നൽകി. മകനെ കാണാനില്ല എന്ന പത്രപരസ്യവും കൊടുത്തു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. നെഞ്ചുനീറിക്കഴിഞ്ഞ അച്ഛനമ്മമാർക്ക് ഒരുപോലെ പ്രതീക്ഷയും ഭയവും ഏറ്റുന്ന ഊമക്കത്തുകളും ഫോൺ വിളികളും പിന്നീട് നിരന്തരം വന്നു തുടങ്ങി. മകനെ വിട്ടുകൊടുക്കണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സന്ദേശങ്ങൾ. അച്ഛനമ്മമാരും പോലീസും മഹാദേവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈ സന്ദേശങ്ങളിലൂടെ മനസ്സിലാക്കി. ഒരു തരത്തിൽ ഈ സന്ദേശങ്ങൾ മകന് വേണ്ടിയുള്ള അവരുടെ പ്രതീക്ഷയുടെ ആക്കം കൂട്ടിയെന്ന് വേണം പറയാൻ. ആദ്യം 45,000 രൂപയായിരുന്നു വിളിച്ചിരുന്ന അജ്ഞാതർ ആവശ്യപ്പെട്ടിരുന്നത്. മകനെ തിരിച്ചു കിട്ടാനായി വിശ്വനാഥൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു. അതുതന്നെയായിരുന്നു പോലീസിന്റെ ആകെ ഉണ്ടായിരുന്ന തുമ്പും. വെറും 45,000 രൂപയ്ക്ക് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതാരെന്നുള്ള സംശയം പോലീസിന് അന്നുണ്ടായിരുന്നില്ല. പണം കിട്ടുമെന്ന് ഉറപ്പായ അയാൾ പിന്നീട് അത് 2 ലക്ഷമാക്കി കൂട്ടി. പിന്നീട് ഇടയ്ക്കിടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം മകനോട് സംസാരിക്കണമെന്ന ആവശ്യം വിശ്വനാഥൻ പ്രതികളെ അറിയിച്ചു. ഈ ആവശ്യം നടപ്പിലാക്കാൻ പക്ഷേ പ്രതികൾ സമ്മതിച്ചില്ല. പകരം മഹാദേവന്റെ ചെരുപ്പുകൾ തപാൽ വഴി അച്ഛനമ്മമാർക്ക് അയച്ചു കൊടുത്തു. മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രതീക്ഷ കൊടുത്ത് ആ അച്ഛനമ്മമാരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ക്രിമിനൽ. പോലീസും ആ കുറ്റവാളിയുടെ വാക്കുകളിൽ അടിപതറിപ്പോയി. അത്രത്തോളം വിശ്വസിപ്പിക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. മഹാദേവന്റെ വീട്ടിലേക്ക് എത്തുന്ന ഭീഷണി കോളുകൾ ടെലഫോൺ എക്സ്ചേഞ്ച് വഴി പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന വാർത്ത നാട്ടിലാകെ പരന്നു. പിന്നീട് അങ്ങോട്ട് ആ വീട്ടിലേക്ക് ഫോൺ കോളുകൾ എത്തിയില്ല. ഫോൺ സംഭാഷണത്തിലൂടെ പ്രതികളിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നില്ല എന്നതും പ്രതിയിലേക്ക് എത്താൻ കാലതാമസം ഉണ്ടാക്കിയതിന്റെ കാരണമായി. ഫോൺ വിളികൾ അവസാനിപ്പിച്ചെങ്കിലും ഊമക്കത്തുകളിലൂടെയുള്ള ആവശ്യം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെയും പണം തന്നെയായിരുന്നു അവരുടെ ആവശ്യം. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നുള്ള കത്തുകൾ. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കുടുംബമെന്ന് അറിഞ്ഞതോടെ പ്രതികൾ കാണാമറയത്ത് തന്നെ തുടരുകയായിരുന്നു. കത്തിലെ നിർദ്ദേശമനുസരിച്ച് പലതവണ പണവുമായി പലയിടങ്ങളിൽ ബന്ധുക്കൾ പോയെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ. ഇതിൽ നിന്നും പോലീസ് ഒരു നിഗമനത്തിലെത്തി. ഒരുപക്ഷെ പ്രതികളുടെ പിടിയിൽ നിന്നും മഹാദേവൻ രക്ഷപ്പെട്ടേക്കാം. അതിനാലാണ് പ്രതികൾ പണം വാങ്ങാത്തതും ഫോൺ കോളുകൾ അവസാനിപ്പിച്ചതും. ഈ നിഗമനത്തിലായിരുന്നു പിന്നീടുള്ള അന്വേഷണം മുഴുവൻ. അപ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയിരുന്നു. മഹാദേവന്റെ ആ പ്രായത്തിലുള്ള രേഖാചിത്രം തയ്യാറാക്കിയായിരുന്നു പിന്നീടുള്ള അന്വേഷണം മുഴുവൻ. പോലീസുകാരുൾപ്പെടെ ഒരു നാട് മുഴുവൻ 13 വയസ്സിൽ കാണാതായ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ മറുഭാഗത്ത് എല്ലാവരെയും കബളിപ്പിച്ചു എന്ന തികഞ്ഞ ലാഘവത്തിൽ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അയാളും ഒപ്പമുണ്ടായിരുന്നു. ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയ കേസ് തുമ്പില്ലാതെ വർഷങ്ങളോളം നീണ്ടുപോയി. ഒരു തെളിവുകളുമില്ലാതെ പോയ കേസ് എഴുതിത്തള്ളാനായി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപ്പീലും നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ച് കൈവിട്ടെങ്കിലും വിശ്വനാഥൻ നിയമ പോരാട്ടത്തിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല.
കേസ് CBIക്ക് വിടണമെന്ന ആവശ്യവുമായി വിശ്വനാഥൻ ഹൈക്കോടതിയെ തന്നെ സമീപിച്ചു. പക്ഷേ അധികം നാൾ ആ നിയമ പോരാട്ടം നടത്താനോ മകനെ കണ്ടെത്താനോ അയാൾക്ക് കഴിഞ്ഞില്ല. മകൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ വിശ്വനാഥൻ ഈ ഭൂമിയോട് വിട പറയുകയായിരുന്നു. വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും തന്റെ മകനെ കാണാതെ പോയതിന്റെ ഹൃദയവേദനയിൽ രോഗശയ്യയിലായിരുന്നു അയാളുടെ ഭാര്യ വിജയലക്ഷ്മി. മകനെ കണ്ടെത്താനുള്ള ഭർത്താവിന്റെ ശ്രമങ്ങൾ പിന്തുടർന്നത് ഭാര്യ വിജയലക്ഷ്മിയായിരുന്നു. അതിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വിശ്വനാഥന്റെ അടുത്തേക്ക് തന്നെ അവരും യാത്രയായി. തുടർന്ന് അഭിഭാഷകനായ ജയകൃഷ്ണൻ ഹർജിക്കാരന് വേണ്ടി ഹാജരായി. കുട്ടിയെ കണ്ടെത്താനായി വീണ്ടും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടു. ADGPയുടെ നേതൃത്വത്തിൽ 6 മാസം കൊണ്ട് അന്വേഷണം എത്തിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അപ്പോഴേക്കും 15 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. ഈ കേസിന്റെ പുനരന്വേഷണം ഏറ്റെടുത്തത് അന്ന് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KG സൈമൺ ആയിരുന്നു. ജീവനോടെ തന്നെ മഹാദേവനെ കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെയും ലക്ഷ്യം. KG സൈമണിന്റെ അന്വേഷണ സംഘം മഹാദേവന്റെ കേസ് ഡയറി വിശദമായി പഠിച്ചു. പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോളിൽ അവർ ഒന്നുറപ്പിച്ചു: തട്ടിക്കൊണ്ടുപോയവർ ഭിക്ഷാടന മാഫിയക്കാരല്ല, സാമ്പത്തിക നേട്ടമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും വിലയിരുത്തി. കുട്ടിയുടെ വീടുമായി ബന്ധമുള്ളതും ഫോൺ നമ്പർ കൈവശമുള്ള ആരോ ആണ് ഈ തിരോധാനത്തിന് പിന്നിലെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ കുട്ടി പ്രതിയെ തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ കുട്ടിയെ വകവരുത്താനുള്ള സാധ്യതയുണ്ടെന്ന നിഗമനത്തിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേസ് ഡയറിയിലെ വിശദമായ നിരീക്ഷണത്തിൽ കേസിനൊരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. പഴുതുകൾ എത്രയൊക്കെ അടച്ചാലും സത്യത്തിന്റെ ഒരു അടയാളമെങ്കിലും ദൈവം ബാക്കി വെക്കുമെന്ന് പറയും പോലെ ഒരു സുപ്രധാന മൊഴി കേസിന് വെളിച്ചം നൽകി. വിശ്വനാഥന്റെ കടയിലെ ജീവനക്കാരന്റെ മൊഴി. സംഭവ ദിവസം മഹാദേവൻ ഉണ്ണി എന്ന ആളുടെ സൈക്കിൾ കടയിലേക്ക് പോയെന്നായിരുന്നു ആ മൊഴി. മഹാദേവനെ കാണാതാവുന്നതിന് മുൻപ് അവൻ ഉണ്ണിയുടെ കടയിൽ സൈക്കിൾ നന്നാക്കാൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാളുടെ വരവ്. ഈ മൊഴി വീണ്ടും പരിശോധിച്ച അന്വേഷണ സംഘം സൈക്കിൾ കടക്കാരനായ ഉണ്ണിയിലേക്ക് തന്നെ അന്വേഷണം തിരിച്ചുവിട്ടു. ഇടമുറിയിൽ ഉണ്ണി എന്ന 41-കാരനായ ഹരികുമാറിനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പ് പോലും പോലീസിന് ലഭിച്ചില്ല. പിന്നീട് ഇയാളെ പോലീസ് രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. നാട്ടിലെ പ്രധാന മദ്യപാന സദസ്സായിരുന്നു ഉണ്ണിയുടെ സൈക്കിൾ കട. കടയുടെ ഷട്ടർ പാതി അടച്ചാണ് മദ്യപാനവും ചീട്ടുകളിയും നടന്നുപോയിരുന്നത്. പലപ്പോഴും മദ്യലഹരിയിൽ കയ്യാങ്കളി വരെ എത്തുമായിരുന്നു അവരുടെ സദസ്സ്. അധികം ആരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു പ്രകൃതമായിരുന്നില്ല അയാളുടേത്. കടയിൽ വരുന്നവരുമായി മാത്രം സൗഹൃദം. അന്വേഷണം തന്നിലേക്ക് തിരിയുന്നു എന്ന് അറിഞ്ഞ നിമിഷം ഉണ്ണിയിലുണ്ടായ പതർച്ച പോലീസ് നിരീക്ഷിച്ചു. കച്ചവടക്കാരെന്ന വ്യാജേന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുമായി അടുപ്പം സ്ഥാപിച്ചു. ആ അടുപ്പം കടയ്ക്കുള്ളിലെ മദ്യപാന സദസ്സ് വരെ എത്തിച്ചു. മദ്യലഹരിയിലായിരിക്കുമ്പോൾ ഉണ്ണി ആരെയോ കൊലപ്പെടുത്തിയെന്നും അതിൽ അയാൾക്ക് വലിയ സങ്കടമുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. ഇതിൽ നിന്നും ഉണ്ണിയുടെ സുഹൃത്തുക്കളിൽ ഒരാളെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ലഭിച്ചു. തുടർന്ന് ഉണ്ണിയെയും ഉണ്ണിയുടെ സദസ്സിലെ സ്ഥിരം സന്ദർശകരായ ഉണ്ണിയുടെ സുഹൃത്തുക്കളെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. മഹാദേവൻ ജീവിച്ചിരിപ്പില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഇതിലൂടെ പുറം ലോകം അറിഞ്ഞത്. അതെ, 19 വർഷങ്ങളോളം അച്ഛനമ്മമാരെ കണ്ണീര് കുടിപ്പിച്ച ക്രൂരനായ വില്ലൻ ആ വീടുമായി അടുത്തു നിൽക്കുന്ന ഉണ്ണിയായിരുന്നു. പക്ഷേ ഒരു കൊലപാതകത്തിലൊന്നും അവസാനിച്ചിരുന്നില്ല. മഹാദേവന്റെ കൊലയ്ക്ക് കൂട്ടുനിന്ന തന്റെ സുഹൃത്തിനെയും നിർദാക്ഷിണ്യം കൊന്നുതള്ളിയെന്ന മൊഴി പോലീസിനെ ഒന്നടങ്കം ഞെട്ടിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു 13 വയസ്സുള്ള മഹാദേവനെയും കൊലയ്ക്ക് കൂട്ടുനിന്ന സുഹൃത്തിനെയും അയാൾ കൊന്നുതള്ളിയത്? ഊമക്കത്തിലൂടെ എന്തിനു വേണ്ടിയാണ് ആ അച്ഛനമ്മമാർക്ക് പ്രതീക്ഷ നൽകിയത്? ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിരവധിയായിരുന്നു. പണമായിരുന്നു ഉണ്ണിയുടെ ലക്ഷ്യം. പൊതുവെ ഇടുങ്ങിയ സ്വഭാവമുള്ളതാണെങ്കിലും ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അതിലൂടെ പല തട്ടിപ്പും അയാൾ ചെയ്തിട്ടുമുണ്ട്. എല്ലാത്തിനും അയാൾക്ക് വേണ്ടത് പണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കടയിൽ സൈക്കിൾ ശരിയാക്കാനെത്തിയ മഹാദേവനെ ഉണ്ണി ശ്രദ്ധിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിലെ 6 പവന്റെ മാലയിലായിരുന്നു ഉണ്ണിയുടെ നോട്ടം അത്രയും. ഇത് കൈക്കലാക്കാൻ ഒരു അവസരം കാത്തിരുന്ന ഉണ്ണി മഹാദേവനുമായി സൗഹൃദം സ്ഥാപിച്ചു. കടയിലെത്തുന്ന കുട്ടിക്ക് മറ്റു സൈക്കിളുകൾ ചവിട്ടാൻ കൊടുത്തതോടെ അവർക്കിടയിൽ ഒരു സൗഹൃദം വളർന്നു വന്നു. മാല കൈക്കലാക്കാനായി ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഉണ്ണി. ചതയദിനാഘോഷത്തിനിടെ സൈക്കിൾ നന്നാക്കാൻ എത്തിയ മഹാദേവനെ ഉണ്ണി തന്ത്രത്താൽ കടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആഭരണം കൈവശമാക്കാനായി ആ 13 വയസ്സുകാരനെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് അയാൾ കൊന്നു. തുടർന്ന് സുഹൃത്തായ സലിമോനും സഹോദരി ഭർത്താവായ കണ്ണൻ എന്ന പ്രമോദും ചേർന്ന് മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി പാറക്കുളത്തിൽ കെട്ടിത്താഴ്ത്തി. പക്ഷേ ഉണ്ണിയുടെ പദ്ധതികളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊളിയുകയായിരുന്നു. സ്ഥിരമായ 6 പവനോളമുള്ള മാലയിടുന്ന മഹാദേവൻ അന്ന് ധരിച്ചത് 10 ഗ്രാം പോലും തികച്ചില്ലാത്ത മാലയായിരുന്നു. ഇതായിരുന്നു ഊമക്കത്തിലൂടെ മഹാദേവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാനുള്ള മറ്റൊരു കാരണം. മഹാദേവൻ കൊല്ലപ്പെട്ട് 1.5 വർഷത്തിനു ശേഷം കൂട്ടുപ്രതിയായ സലിമോനെയും കാണാതാകുന്നു. അതിനു പിന്നിലും ഉണ്ണിയുടെ കൈകളായിരുന്നു. മഹാദേവന്റെ കൊലപാതകി ഉണ്ണിയാണെന്ന് അറിയാവുന്ന സലിമോൻ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ഉണ്ണിയുടെ പിതാവിന്റെ സ്ഥലം വിൽപ്പനയിൽ ബാങ്കിൽ നിക്ഷേപിച്ച പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അയാളുടെ ഭീഷണി. കൊടുത്തില്ലെങ്കിൽ ഉണ്ണിയെയും പ്രമോദിനെയും ഒറ്റുമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ സലിമോന്റെ ഭീഷണിക്ക് വഴങ്ങിയെങ്കിലും പോകെ പോകെ ഭീഷണി വർദ്ധിച്ചതോടെ സലിമോന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഉണ്ണിക്കായില്ല. കൊല്ലാൻ തന്നെയായിരുന്നു അയാളുടെ ഉദ്ദേശം.
കൂട്ടുപിടിച്ചത് പ്രമോദിനെ ആയിരുന്നു. വാഴപ്പള്ളി പെരുന്നാൾ ദിവസം രാത്രി സലീമിനെ കടയ്ക്കുള്ളിലെ തന്റെ മദ്യസദസ്സിലേക്ക് എത്തിച്ച് മദ്യക്കുപ്പിയിൽ സയനൈഡ് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സൈക്കിൾ ട്യൂബ് കൊണ്ട് വരിഞ്ഞു മുറുക്കി ചാക്കിലാക്കി പാറക്കുളത്തിൽ കെട്ടിത്താഴ്ത്തി. തെളിവെടുപ്പിനായി പാറക്കുളത്തിൽ എത്തിയപ്പോഴുള്ള ഉണ്ണിയുടെ മറുപടിയാണ് കൊലപാതകി ആരെന്നുറപ്പിക്കാൻ പോലീസിനെ സഹായിച്ചത്. സാറേ, ഈ കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഇനിയും അസ്ഥികൂടങ്ങൾ കണ്ടുകിട്ടിയാൽ അത് എന്റെ തലയിൽ കെട്ടിവെക്കരുതേ എന്നായിരുന്നു. അതിലൂടെ സലിമോനെ കൊന്നത് ഉണ്ണിയാണെന്നും പോലീസ് ഉറപ്പിച്ചു. ഗുണ്ടാ സംഘത്തിൽ പെട്ടയാളായിരുന്നു സലിമോൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേസിൽപ്പെട്ട് സലിമോൻ ഒളിവിലായിരിക്കുമെന്നാണ് അയാളുടെ ബന്ധുക്കൾ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ സലിമോന്റെ തിരോധാനത്തിൽ ആർക്കും ഒരു സംശയമോ പരാതിയോ ഉണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് പ്രമോദിന്റെ മരണവും പോലീസിൽ ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. കുളിമുറിയിൽ കാല് തെറ്റി വീണാണ് പ്രമോദ് മരിച്ചത്. 13 വയസ്സിൽ കാണാതായ മഹാദേവന്റെ തിരോധാനം 19 വർഷങ്ങൾക്ക് ശേഷം കൊലപാതകമാകുന്നു. പ്രതിയായ ഉണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 4-നാണ്. 13-കാരന്റെ തിരോധാന കേസ് ചെന്ന് അവസാനിക്കുന്നത് പാറക്കുളത്തിന്റെ അടിത്തട്ടിലെ ഇരട്ട കൊലപാതകത്തിലാണ്. 19 വർഷങ്ങൾക്ക് ശേഷം തന്റെ മകന്റെ ഘാതകനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ ആ അച്ഛനമ്മമാർ ഉണ്ടായിരുന്നില്ല. മകന്റെ ഓർമ്മയിൽ നീറി അവരും മകനൊപ്പം യാത്രയായി.